നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് ഭയങ്കര വർത്ത് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എപ്പോഴും ഒരു ഹൈപ്പ് തരുന്ന എന്താണോ, എനിക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും, ഹെൽപ്ഫുൾ ആവുമെന്ന് വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ പറയുകയും കൂടി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് ഏതാണെന്നുള്ള ഫസ്റ്റ് ഞാൻ പറയാം. അഗാരോ ബ്രാൻഡിൻ്റെ ഈ ഒരു വോള്യൂമനൈസർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലായിട്ട്. ഇത് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. വാങ്ങണോ വാങ്ങേണ്ടിയെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ എന്തുകൊണ്ട് ഇത് മുന്നേ വാങ്ങിയില്ല എന്ന് റിഗ്രറ്റ് ചെയ്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത്രയും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. യൂസർ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, അതിന് അപ്പുറത്തേക്കൊരു വേർഡ് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും യൂസർ ഫ്രണ്ട്ലി. ഒട്ടും നമുക്ക് ഒരു രീതിയിൽ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ അറിയാത്ത ഒരാളെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങളെ ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ ഒരു ഡിസൈനും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, നമുക്കിപ്പം പാർലറിലൊക്കെ പോയിട്ട് കിട്ടുന്ന ഒരു ഫിനിഷ് ഉണ്ടാവില്ലേ, ഒരു ബ്ലോ ഡ്രൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തല കുത്തി മറിഞ്ഞിരുന്നിട്ട് ശ്രമിച്ചിട്ടും എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ബ്ലോ ഡ്രൈ. എനിക്ക് വേറെ ആളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിക്ക് സെൽഫായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കൈ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് ശ്രമിച്ചിട്ട് അതിലൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മൾ പാർലർ ലൈക്ക് അല്ലെങ്കിൽ സെലോൺ ലൈക്കുള്ള ഒരു ഫിനിഷിൽ നമ്മളെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ഇത് ഡെമോൺസ്ട്രേഷനും കൂടി കാണിക്കുന്നുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇതിൽ വന്നിട്ടുള്ള ഹ്യൂജ് ഡിഫറൻസ്, ഹെയറിൽ വന്നിട്ടുള്ള ഹ്യൂജ് ഡിഫറൻസ്, വോളിയത്തിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനും കൂടി ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. അതിന് മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത്. ആ ബ്ലോ എയർ എത്ര വേണം എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രീതിയിലുള്ള ടേണിംഗ് ആണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രിസിൽസ് കാണുന്നതല്ലേ, ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ബ്രിസിൽസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹെയർ ഒട്ടും ടാങ്കിൾ ആവാണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ സർഫേസില്ലേ, ഇത് 24 കാരറ്റ് ഗോൾഡ് സർഫേസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറ്റ് കറക്റ്റായിട്ട് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് നമുക്ക് ടേൺ ചെയ്യാം. ഈ ഒരു ഭാഗം ഹീറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് പിടിച്ചിട്ട് നമ്മളെ ഹെയർ ടേൺ ചെയ്തിട്ട് ആ ഒരു ബ്ലോ ഡ്രൈ എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. സ്വിവൽ പവർ കോഡാണ് ഇത്. 360 ഡിഗ്രിയിൽ ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാരൽ നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആണ് ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇതാണ് എൻ്റെ ഇപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡാമ്പ് ആയിട്ടുള്ള ഹെയർ ആണ്. ഇതിൽ ഞാനൊന്ന് സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടും കൂടി അപ്ലൈ ചെയ്യുന്ന ഒരു സിറമാണ് കേട്ടോ. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ ഒന്ന് ചെറുതായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം, ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. നിങ്ങളുടെ ഹെയറിൻ്റെ വോളിയം അനുസരിച്ചിട്ട് പാർട്ടീഷൻ കൊടുക്കാം. ഞാൻ 2 പാർട്ടീഷനെ കൊടുക്കുള്ളൂ. എൻ്റെ ഹെയറിന് അത്രയും ലെങ്ത്തും വോളിയം ഒക്കെ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു ചീപ്പ് വെച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അകത്തോട്ടും പുറത്തോട്ടും എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മളെ ഹെയറിന് ആ ഒരു വോളിയം കിട്ടുക. കാണുന്നില്ലേ, നമുക്ക് ഈസിയായിട്ട് ഒട്ടും ടാങ്കിൾ ആവില്ല കേട്ടോ. ഒട്ടും ടാങ്കിൾ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അശ്രദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ടാങ്കിൾ ആവില്ല. കണ്ടില്ലേ, ഞാൻ 4-5 തവണ ചെയ്തപ്പോഴത്തേക്കും 2 സൈഡിലെയും സെക്ഷൻസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഒട്ടും ഫ്രിസ് ഇല്ലാണ്ട് നല്ല ഫ്രിസെല്ലാം റിഡ്യൂസ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ള ഹെയർ ആണ് നമുക്ക് കിട്ടുക. ഇതൊന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിതിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒട്ടും നമുക്കിതിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 2 സൈഡിലെ ഹെയറും ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രൗൺ സെക്ഷനിലെ ഹെയർ ഇതേ രീതിയിൽ ഇങ്ങനെ ഉൾട്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഹെയറിന് വോളിയം ഉള്ളതായിട്ട് തോന്നും കേട്ടോ. ആൻഡ് നമ്മളുടെ ഈ ഒരു ഫ്രണ്ടിൽ ഫ്രെയിം ചെയ്യുന്ന സെക്ഷനില്ലേ, ഫേസ് ഫ്രെയിം ചെയ്യുന്നത് ഒന്നുകൂടി നന്നായിട്ട് ചെയ്ത് കൊടുത്താൽ
അടിപൊളിയായിട്ട് നമ്മളെ ഹെയർ സെറ്റായി കിട്ടിയിട്ടുണ്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ആവും. വേറെ ഒരു ഹെയർ ടൂൾസും നിങ്ങൾ ഇതിന് ശേഷം യൂസ് ചെയ്യില്ല, എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.